ഒരു സെപ്പറേഷനിലോട്ടോ ഡൈവോഴ്സിലോട്ടോ പോകുന്ന ഒരു മാരേജിനെ നിങ്ങൾക്ക് രക്ഷിക്കണം എങ്കിൽ ശ്രദ്ധിക്കുക. പലപ്പോഴും ഒരു അവസാനിക്കാനായിട്ട് ഡൈവോഴ്സിലോട്ടോ സെപ്പറേഷനിലോട്ടോ പോകുന്ന ഒരു മാരേജിനെ നമുക്ക് മുൻകൂട്ടി തന്നെ പ്രവചിക്കാനും പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അതിനു വേണ്ടിയിട്ട് താഴെ പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങളൊന്ന് വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക. രണ്ട് പാർട്ട്നേഴ്സും തമ്മിൽ പറയുന്ന കാര്യങ്ങൾ ഒരു പക്ഷെ അത് തുടങ്ങുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ള രീതിയിലുള്ള ഹാർഷ് സ്റ്റാർട്ടപ്പിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ മുൻ വീഡിയോകൾ പറഞ്ഞിട്ടുള്ള അവരുടെ ക്രിട്ടിക്കൽ നേച്ചർ, കണ്ടംപ്റ്റ്, ഡിഫെൻസീവ്നെസ്, സ്റ്റോൺ വാളിംഗ് മുതലായിട്ടുള്ള ബിഹേവിയേഴ്സ്, മറ്റുള്ളവരിൽ നിന്നും അല്ലെങ്കിൽ പാർട്ട്ണറിൽ നിന്നും അവരുടെ റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്താനായിട്ടുള്ള ശ്രമത്തിന് ഇൻഫ്ലുവൻസിന് വഴങ്ങിക്കൊടുക്കാൻ ശ്രമിക്കാത്തൊരവസ്ഥ. രണ്ടാമതായിട്ട് റിപ്പയർ അറ്റംപ്റ്റ്സ് എന്ന് പറയും മാരേജിൽ, അത് ഒരിക്കലും ശ്രമിക്കാത്തതോ അതിന് വഴങ്ങിക്കൊടുക്കാത്തൊരവസ്ഥ. മൂന്നാമതായിട്ട് വളരെ കൂടിയ മാത്രയിൽ അനുഭവപ്പെടുന്ന ഫിസിക്കൽ റിയാക്ഷൻസ്, വഴക്കുകൾ ഉണ്ടാകുമ്പോൾ കൂടിയ മാത്രയിൽ അനുഭവപ്പെടുന്ന ഫിസിക്കൽ റിയാക്ഷൻസ്, നമ്മളിതിനെ ഫ്ലഡിങ് എന്ന് പറയും. ഇവയൊക്കെ നമ്മൾ മുന്നത്തെ റീലുകളിലും വീഡിയോകളിലും നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലാക്കാനായിട്ട് മുന്നത്തെ റീലുകൾ കാണുക. നാലാമതായിട്ടുള്ള ലക്ഷണമാണ് അവരുടെ മാരിറ്റൽ ലൈഫിനെ കുറിച്ചിട്ട് വളരെ അധികമായിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ്. ഈവൻ അവരുടെ പാസ്റ്റ്, അവർ മാരേജ് കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പ്രണയം തുടങ്ങിയിട്ടുള്ള സമയത്തെ കുറിച്ചിട്ട് വരെ നല്ല കാര്യങ്ങൾ ഓർത്തെടുക്കാൻ സാധിക്കാതെ നെഗറ്റീവ്ലി ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥ. സോ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ, നമ്മളിവിടെ പറഞ്ഞ ഈ 4 ലക്ഷണങ്ങൾ നിങ്ങളുടെ മാരേജിൽ സംഭവിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ സംഭവിച്ചു പോകുമ്പോൾ പാർട്ട്നേഴ്സ് മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കാത്തൊരവസ്ഥ, അല്ലെങ്കിൽ പുറമേ നിന്ന് സഹായം തേടാത്തൊരവസ്ഥ എന്ന് പറയുന്നത് പലപ്പോഴും ആ മാരേജ് എന്ന് പറയുന്നത് സെപ്പറേഷനിലോട്ടോ ഡൈവോഴ്സിലോട്ടോ അവസാനിക്കാനായിട്ട് സാധ്യത ഏറെയാണ്. സോ ഇവ സംഭവിക്കുന്നെങ്കിൽ മനസ്സിലാക്കുക, എത്രയും പെട്ടെന്ന് തന്നെ ഉചിതമായിട്ടുള്ള ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ സഹായം തേടിയെടുക്കുക.